السلام على أشرف المرسلين وعلى آله وصحبه أجمعين. رواه مسلم. لا وفيه فوائدنا. നമ്മളിപ്പോൾ പറഞ്ഞ ഹദീസിനകത്ത് കുറേ ഫായിദകൾ, പ്രയോജനങ്ങൾ പറയാനുണ്ട്. ഹദീസിനകത്ത് കിട്ടുന്ന സാരോ ഉപദേശങ്ങൾ മനസ്സിലായോ? എന്താണ്? അന്നഹു യുസന്നു ബസ്തുൽ യമീൻ ഇൻദൽ മുബായഅ. ബൈഅത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ വലത് കൈ നീട്ടി കൊടുക്കാം. അല്ല കാണിച്ചത്. വഅന്നഹു യംബഗി ലിൽ ആലിമി, ഒരു പണ്ഡിതനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ് ഇദാ ളഹറ ലഹു മിനൽ മുതഅല്ലിമി, മുതഅല്ലിമിൽ നിന്നും വെളിപ്പെടുകയാണ് എങ്കിൽ ശൈഅൻ യുനാഫി അത്തഅല്ലുമ, ഏത് പഠിത്തത്തിനോട് എതിരാകുന്ന വല്ലതും മുതഅല്ലിമിൽ നിന്നും വെളിവായാൽ പണ്ഡിതൻ അത്യന്താപേക്ഷിതമാണ് അയ്യസ്അലഹു അൻ സബബിഹി, ഇതെന്തങ്ങനെ കാട്ടിയത് എന്ന് ചോദിക്കണം. അത് അത്യന്താപേക്ഷിതമാണ്. അതീത് പഠിക്കേണ്ടിയുള്ള അത് എന്തങ്ങനെ കാട്ടിയത് എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ദേഷ്യം പിടിച്ചിട്ട് കാര്യമുണ്ട്, ഉസ്താദ് എന്താ അങ്ങനെ ചോദിച്ചത്? അത് പാടില്ലല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൈനീട്ടാൻ പറഞ്ഞപ്പോൾ തങ്ങൾ കൈനീട്ടി കൊടുത്തു. അപ്പൊ അയാൾ മുസാഫത്തെ വന്നു, അയാൾ കയ്യങ്ങ് വിരിച്ചില്ലേ? ആരാ? അംർ ബിൻ ആസ് തങ്ങൾ കൈ വിരിച്ചില്ലേ? കൈ അരിച്ചപ്പോൾ തങ്ങൾ ചോദിച്ചില്ലേ എന്തങ്ങനെ കാട്ടിയത്? ചോദിച്ചില്ലേ? അപ്പം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു. മുതഅല്ലിമിൽ നിന്നും തഅല്ലുമിനോട് എതിരാകുന്ന വല്ല വിഷയവും മുതഅല്ലിമീങ്ങളിൽ നിന്നും ഉണ്ടായാൽ അയാളോട് ചോദ്യം ചെയ്യണം. അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ കറങ്ങി അടിച്ചൊക്കെ ഇങ്ങനെ കയറി വരുമ്പം ഇങ്ങനെ വേറി വരിക, ഉസ്താദിനെയൊന്നും ചോദിക്കില്ല എന്നൊക്കെ പഠിച്ചോണ്ട്. അപ്പം നല്ല പൊട്ടിപ്പങ്ക് പൊട്ടിക്കണം ഉസ്താദ്. തഅല്ലുമിനോട് എതിരാകുന്നത് കണ്ടാൽ അല്ലെ പിന്നെ മുഅല്ലിമാവില്ല, പിന്നെ വേറെ വല്ല പേര് പറയേണ്ടി വരും. കുട്ടികൾ എന്ത് കാട്ടിയാലും അതേപോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാലോ, അത് ചോദിക്കണം എന്നതാണ് ഹദീസിൽ നിന്നും പാഠം ഉൾക്കൊണ്ടത്. നമ്മൾ പറഞ്ഞല്ല, ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാഹ് പറഞ്ഞതാ ഹദീസിന്റെ ഫായിദകൾ. അപ്പൊ പിന്നെ ഉസ്താദിനോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഉസ്താദ് ഹദീസനുസരിച്ച് അമൽ ചെയ്തു. അപ്പൊ പിന്നെ ഉസ്താദിനോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇനി ഉസ്താദിനോട് മുതഅല്ലിമീങ്ങൾ ഉസ്താദെ ഒരു കാര്യം പറയട്ടെ, ഉസ്താദ് ഞങ്ങൾ ചെയ്തു തരണം. ആയിക്കോട്ടെ, നല്ല ഷർത്ത് വെക്കാൻ പറ്റുമെന്ന് ഉസ്താദിനോട്. പഠിക്കാൻ വന്ന മുതഅല്ലിമിന് ഉസ്താദിനോട് വല്ല ഡിമാൻഡും വെക്കാൻ പറ്റുമോ? ഞാൻ പഠിക്കാൻ വരാം ഉസ്താദിന്റെ അടുത്ത്, പക്ഷെ എനിക്ക് കോളേജിൽ പോകണം, ഈ മറ്റേ വിദ്യാഭ്യാസം പഠിക്കണം എന്നിപ്പോ ഒരു മുതഅല്ലിം പറഞ്ഞാൽ അവിടെ നിരസിക്കല്ലോ. ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ, ഇത് തടസ്സമായിരുന്നാൽ മതി, പോയിക്കോ. അപ്പൊ പറയാം, മനസ്സിലായില്ല എന്നും മരുന്നുണ്ട്. ഉസ്താദിന് മാത്രമല്ല, മുതഅല്ലിമുകളായാലും ഉണ്ട്. വഅന്നസ്തിറാത്തൽ മുതഅല്ലിമി അലൽ മുഅല്ലിമി അമ്രൻ, എന്തെങ്കിലും ആവല്ലോ, എന്തെങ്കിലും അല്ല, അമ്രൻ യന്തഫിഉ ബിഹി, അതുകൊണ്ട് പ്രയോജനപ്രദമാകുന്ന ഒരു വിഷയം ഉസ്താദിനോട് ഡിമാൻഡ് ചെയ്തു. മനസ്സിലായില്ല? ഞാൻ പഠിക്കാൻ വരാം, എനിക്ക് പന്തളിക്കാൻ പോകണം. എന്ത്? ഞാൻ പഠിക്കാൻ വരാം, എനിക്ക് ഡെയിലി 1 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമോ? അതിപ്പോ എന്റെ ബഹുവാണോ? എന്റെ ബഹുവായ ഒരു കാര്യം. അതുകൊണ്ട് അവന്റെ പഠിത്തത്തിന് പ്രയോജനമുള്ള ഒരു വിഷയം മുതഅല്ലിം എന്ത് ചെയ്തു? ഡിമാൻഡ് ചെയ്താലേ ആ ഡിമാൻഡിനെ സ്വീകരിക്കലും എന്താണ്? മുഅല്ലിമിന് മുദർരിസിന് അത്യന്താപേക്ഷിതം.
നീ എന്നെ മാത്രം നിങ്ങൾ പറഞ്ഞത് ചെയ്യണ്ട, എന്നോട് കത്തി വരണ്ട, നിങ്ങളെ കാര്യം പറഞ്ഞേക്കാം. എന്താ പക്ഷെ അതോടെ വേണം, അതബിനെതിരാകാനും പാടില്ല. എന്തെങ്കിലും കാട്ടിക്കൂട്ടോടോ കയറി വന്നിട്ട് ഇങ്ങനെ സ്കൂളിൽ പോകാനാ വിട്ട് സ്കൂളിൽ പോയണം, അവിടുന്ന് പിന്നെ വേറെ സ്ഥലത്ത് പോയി, പിന്നെ മറ്റിടത്ത് പോയി, ഇങ്ങനെ കറങ്ങി അടിച്ച് ബാസ്കറ്റിൽ കണക്ക് ഇങ്ങനെ കാണുന്ന KSRTC സ്റ്റാൻഡിലേക്ക് പോയി അവിടെ തൊള്ളയും കാട്ടി ഇങ്ങനെ നിന്ന് പിന്നെ ഇങ്ങോട്ട് കയറി വന്ന്, അത് ശരിയാവൂല. അതോടെ പഠിക്കണം അതിനകത്ത്. തിരിഞ്ഞാ കാരണം അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചതിൽ ഉസ്താദിനെ ക്രൂശിക്കലൊന്നുമല്ല. അതുകൊണ്ടുള്ള ഉദ്ദേശം ഇല്ല മസീദുൽ ഇംദാദി വൽ ഇംതിഫാഅ്, പ്രയോജനത്തെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. വഅന്നഹു ഇദാ ലഹറ ലഹു, കണ്ടാ, ഇദാ ലഹറ ലഹു മിൻ ദക്കിയ്യിൻ മാ യുഖാലിഫു ദക്കാഹു അൻ യുശ്ഇറഹു ബിഅന്നഹു കാന യംബഗി ലക അത്തഫത്തുനു വഅല്ലാ യുശക്കിക. ചോദിച്ചില്ലേ അമാലിംത, അനക്കറിഞ്ഞൂടെ? ചോദിച്ചില്ലേ അവിടെ? നീ വലിയ ബുദ്ധിമാനായിട്ട് നല്ല ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ലേ, എന്താ ഇങ്ങനെ കാട്ടിയത്? അമാലിംത ഇന്നൽ ഇസ്ലാമ യഹ്ദിമു വഅന്നൽ ഹജ്ജ, അതൊക്കെ അറിഞ്ഞൂടെ? അപ്പൊ ആ ബുദ്ധി ഒന്ന് തട്ടി ഉണർത്താൻ വേണ്ടിയിട്ട് വേണ്ട, അവന്റെ ആ ബുദ്ധിയോട് എതിരാകുന്ന ഒരു വിഷയമാണ് അവനിൽ നിന്നും ഉണ്ടായത്. തിരിഞ്ഞോ? അപ്പൊ അവനത് അറിയിച്ചു കൊടുക്കണം. ഇത് നീ ബുദ്ധിമാനല്ലേടാ പൊന്നുമോനെ, നീ എന്താ എന്റെ അങ്ങനെ ഉണ്ടായത് എന്ന് ചോദിക്കുന്ന കുഴപ്പമുണ്ടോ? അതൊക്കെ ചോദിക്കാൻ പറ്റും. വേണ്ട, കാന യംബഗി ലക അത്തഫത്തുനു വഅല്ലാ യുശക്കിക ഫീ ദാലിക. പിന്നെ അപ്പൊ ഇവിടെ ഇസ്തിആറയും ഹദമ പൊളിക്കാന്ന് നമ്മൾ ചിറ്റി കൊണ്ടുവന്നിട്ടാൽ വേറെ സാധനം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ചു കളയുന്നതിന് ഇവിടെ ഇപ്പൊ ഇസ്ലാം പൊളിച്ചു കളയാ. അപ്പൊ അവിടെ ഇസ്തിആറത്ത് പെരുമാറി, മജാസ് പെരുമാറി, മനസ്സിലായില്ല? ആ പെരുമാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യാം? മുഅല്ലിമിന് മുതഅല്ലിമീങ്ങളോട് പെരുമാറുന്നതിന് തകരാറില്ല എന്നും ആ വാക്കിൽ നിന്നും നമുക്ക് ഇസ്തിംബാത്ത് ചെയ്തെടുക്കാം. അതാണ് ഹദീസിന്റെ ഫായിദകള്. ഏടാ എന്നാ ഇനി പിന്നെ പറഞ്ഞിട്ടെ, നീ എന്താ പറയാനുള്ളേ? വൽ ഹദീസാനിൽ മർവിയാനി അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല അല്ലാഹു തആല അന അഗ്ന ശുറകാഇ അനിശ് ശിർക്ക്. വല്ലാഹറു മറ്റൊരു ഹദീസ് അൽ കിബിരിയാഉ റിദായി അന അഗ്ന ശുറകാഇ അനിശ് ശിർക്ക്, ഞാൻ ശരീക്കന്മാരിൽ നിന്ന് ഏറ്റവും അത്യുന്നതനാണ്, അവന്റെ ശിർക്കിനെ തൊട്ട് ഞാൻ ഐശ്വര്യവാനാണ്, എന്നോടൊന്നിനെയും പങ്കുകാരാക്കണ്ട. വേറൊരു ഹദീസ് അൽ കിബിരിയാഉ റിദായി, വലിപ്പത്തരം എന്റെ മേൽത്തട്ടവാൻ എന്ന് പറയുന്ന വേറൊരു ഹദീസും സനദ്കുറുഹുമാ, രണ്ടിനെയും നമ്മൾ പറയും ഫീ ബാബിർ റിയാഇ വൽ കിബ്ർ. ഇവിടെ നിന്ന് ഉണർത്തി തന്നത് ഇവിടെയും പറഞ്ഞാൽ അത് ഫിറ്റാവും, പക്ഷെ ഏറ്റവും കൂടുതൽ ഫിറ്റാവുന്ന ബാബ് ആ ബാബിലാണ്. അതുകൊണ്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് ഇവിടെ ഉണർത്തി തന്നു ഇൻഷാ അല്ലാഹു തആല. അൽ ഫസ്ലുൽ സാനി അല്ലേ, രണ്ടാമത്തെ ഫസ്ൽ. അൻ മുആദ് ഇബ്നു ജബൽ അല്ലേ, അൻ മുആദ് റളിയല്ലാഹു തആല അൻഹു, മുആദ് ജബല അൻ മുആദ് ഇബ്നു ജബൽ തന്നെ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ ഖുൽതു യാ റസൂലല്ലാഹ്. അല്ലേ, വലിയ ഹദീസായിരിക്കും തന്നെ അത്. ഖുൽതു യാ റസൂലല്ലാഹി അഖ്ബിർനി, ഓദിക്കണം ഹദീസ് ഓദിക്കണം, അതിന്റെ കൂലി കിട്ടും നിങ്ങൾക്ക്. അൻ മുആദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹി അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന. സ്വർഗ്ഗത്തിൽ കിടക്കാൻ വല്ല പാസും ഉണ്ട് ഉസ്താദേ? ഇല്ല. യാസിമതി എങ്ങനെയെങ്കിലും മാറിക്കിട്ടെ, അതിനിപ്പോ എന്താ ചെയ്യുമ്പോൾ വേറെ ഒന്നും ചോദിക്കാം, സ്വർഗ്ഗത്തിൽ കിടക്കാൻ വല്ല പാസും ഉണ്ടോ? അപ്പം റസൂൽ ഭയങ്കര ചോദ്യമാണല്ലോ ഇത്. അല്ല, ലഖദ് സഅൽത അൻ അളീമൻ വഇന്നഹു ലയസീറുൻ അലാ മൻ യസറഹു അല്ലാഹു അലൈഹി അല്ലാഹുമ്മ ജല്ല മിൻഹും.
تعبد الله ولا تشرك به شيئا وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت ثم قال ألا أدلك على أبواب الخير الصوم جنة والصدقة تطفئ الخطيئة كما يطفئ الماء والنار وصلاة الرجل في جوف الليل ثم قرأ تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون بنا خوفا وطمعا حتى بلغ يعمل من أوذينا بالنغنى تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا بنا ഓതരമുള്ളേ അപ്പൊ ഞാൻ പൊട്ടിച്ചേരും തത്തജാഫാ ജനൂബുഹും വർക്കൽ فلا تعلم نفس ما أخفي لهم من قرة أعين. അത് സാധാരണ വെള്ളിയാഴ്ച പോകുന്ന സുഹൃത്തല്ലേ? ഏത് സുഹൃത്തിനാണ് യാസീനെന്നുള്ളത്? സജദയിലാണുള്ളത്. അപ്പൊ ആദൂര് അറിയാം, അത് പറഞ്ഞൂടല്ലേ? എവിടുത്തെ ആഫി നിങ്ങളെ അങ്ങനെ അവിടംവരെ ഓതി ചുമക്കാല അലാദുല്ലൊക്കെ ബിറസുല്ലം ഫഅമൂദിഹി വദർവത്തി സിനാ വദുർവത്തി സനാമിഹി الجهة قلت بلى يا رسول الله قال رأس الأمر الإسلام وعموده الصلاة وذروة سنامه الجهاد ثم قال ألا أخبرك بملاك ذلك كله قلت بلى يا نبي الله قال فأخذ بلسانه وقال كف عليك هذا فقلت يا نبي الله وإنا لمؤاخذون بما نتكلم به قال ثكلتك أمك يا معاذ وهل يكب الناس في النار على وجوههم أو على مناخرهم إلا حصائد ألسنتهم. رواه أحمد والترمذي وابن ماجه رحمهم الله. തങ്ങളോടൊന്ന് ചോദിച്ചു, തങ്ങളെ സ്വർഗത്തിൽ കടക്കാൻ എന്റെ പണിന്ന് ചോദിച്ചു. അഖ്ബിർനി, തങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. അനമലിൻ ബി അമലിൻ അല്ലേ, ബി അമലിൻ ഒരമല് കൊണ്ട് എനിക്ക് പറഞ്ഞു തരണം അല്ലേ. بينما نحن نخرج مع رسول الله صلى الله عليه وسلم في غزوة تبوك. കണ്ടാ, തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോഴേ സംഭവം. വഖദ് അസാബനാൽ ഹർറു, ഭയങ്കര ചൂട് പറ്റി നമുക്ക്. അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്തു, ജനങ്ങളെല്ലാം കൂടെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പോയി മാറി മാറി തണൽ പറ്റിയിരുന്നു. അസാബനൽ ഉറുബത്ത് അഫറഖൽ ഖൗമു ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖറബഹും മിന്നി ഫദനൗതു മിൻഹു വഖൽതു. സംഭവമാണ്. എവിടത്തേക്കാണ് പോയത്? തബൂക്ക്. തബൂക്ക് യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിലാണ് സംഭവം. മനസ്സിലായേ? ഭയങ്കര ചൂട് വന്നപ്പോ ഓരോരുത്തരും ഇങ്ങനെ കാല തൂരി ബിസ്തി എന്നാണ് കേട്ടോ. തൂരി ബിസ്തി, തൂരി ബിസ്തി, തൗറ ബസ് തൂരി ബിസ്തി എന്നാണ് കമ്പത്തുള്ള. പോട്ടെ, അത് കഴിഞ്ഞു. അപ്പൊ എന്തായി? അഖ്ബിർനി. അപ്പൊ ആ ചോദിച്ച സമയമാണ് എന്താ, തബൂക്കിലേക്ക് ഇങ്ങനെ പോയി. അവന് ഭയങ്കര ചൂട് വന്നപ്പോ ആൾക്കാരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ മാറി മാറി തണലൊക്കെ കൊണ്ടിങ്ങനെ പോയി. അപ്പൊ തങ്ങൾ ഒരു സ്ഥലത്ത് പോയി, അപ്പൊ ഞാനും അവിടെ അടുത്ത് വിട്ടുപോയി. അങ്ങനെ ഞാൻ ചോദിച്ചു, മനസ്സിലായില്ലേ? യാ റസൂലല്ലാഹി അഖ്ബിർനി ബി അമലിൻ, വണ്ണമായ ഒരു അമല് എന്ന അമലിൻ എന്ന തൻവീനിന് തഅ്ലീമിന്റെ തൻവീൻ, ഭയങ്കരമായൊരു അമല് പറഞ്ഞതാ തങ്ങളെ എന്ന്. മനസ്സിലായില്ലേ? അഖ്ബിർനി ബി അമലിൻ യുദ്ഖിലുനി അൽ ജന്ന. അല്ല, എന്നെ സ്വർഗത്തിൽ കടത്തും, സ്വർഗത്തിൽ എന്നെ കടത്തും. യുദ്ഖിലു ഇല്ല,
ആ അമല് കടത്തും അൽ ജന്നത്ത, സ്വർഗത്തിൽ. അമല് കാരണമായി അള്ളാഹു കൊടുത്തു എന്നതിനർത്ഥം മനസ്സിലായില്ല. അമല് കാരണമായി അള്ളാഹു കടത്തും. ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം അകി തുമിനൂന ബില്ലാഹ്. എന്നെ പൊന്നെ വതുജാഹിദൂന ഫീ സബീലില്ലാഹ്. പണ്ട് മഴതിൽ ഒന്ന് ആയത്താ ഞങ്ങളുടെ നാട്ടിൽ ചങ്ങ ഒരു മഴന്ന് പറയുന്നത് അവിടെ ഓതുന്ന കാലഘട്ടത്തിലാ. അപ്പൊ അവന്റെ ഈ ഒച്ചപ്പാട് പോണവരോടെ ചെറുപ്പക്കാരോടെ കൂട്ടിട്ടൊക്കെ ഭയങ്കര അന്ന് ഓതി അവന് എങ്ങനെ എവിടെ സുഹൃത്ത് സുറത്ത് സഫ് സഫത്ത് എന്നോട് അതൊന്നും ചോദിക്കല്ലേ ഞങ്ങളോട് അല്ലേ? എത്രാമത്തെ ഏത് സുഹൃത്തിലാടാ? എന്തിനാ ചങ്ങായിമാരെ നിങ്ങളൊക്കെ ഇങ്ങനെ സഫ് ഞാൻ സുഹൃത്ത് തുഞ്ചിക്കും. അവ അതുല്ലുക്കും അല്ല തിജാറത്തിൻ, ഒരു കച്ചവടത്തിന്റെ മേൽ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. അങ്ങനത്തെ ഒരു കച്ചവടം തുഞ്ചി, ആ കച്ചവടം രക്ഷപ്പെടുത്തും എന്നാ പറഞ്ഞത്. ആ കച്ചവടം പിന്നെ പറഞ്ഞ തുജാഹിദൂന ഫീ സബീൽ അവന്റെ ജിഹാദെല്ലാം അവിടെ ഇളക്കി പറഞ്ഞത് അവിടെ. അങ്ങനെ ഓരോരുത്തരുടെ ആയത്തുകളെടുത്ത് എന്തെല്ലാം ചെയ്യാറുണ്ട്. വലിയ വലിയ മഹത്തുക്കളായ ആൾക്കാർ ആയത്തുകളെടുത്തിട്ട് അതിനകത്ത് എന്തെല്ലാം ഹുക്കുമുകളുണ്ട്, എന്തെല്ലാം വിധികൾ പറയാൻ പറ്റും. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ ആയത്തെടുത്തിട്ട് എന്ത് ചെയ്യാ? ജിഹാദിന് പ്രചോദനം നൽകി. തുഞ്ചിക്കും തുജാഹിദൂന ഫീ സബീലില്ലാഹ്. എന്ത് തുജാഹിദൂന ഫീ സബീലില്ലാഹ്? ഏതെങ്കിലും സംഘടന ഉണ്ടാക്കിയിട്ടുള്ള പോലീസുമാരെ പിടിച്ചോണ്ട് ജയിലിൽ ഇടും. പിന്നെ ആരും നോക്കാനും ഇല്ല, കാണാനും ഇല്ല. അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ അതാണ് തുഞ്ചിക്കും എന്ന് പറഞ്ഞല്ലോ. അത് അതേപോലെയാണ് യുദ്ഖിലു മർഫൂആനി എടാ സിഫത്തുല്ലി അമലിൻ. അപ്പൊ പിന്നെ ചില ആൾക്കാർ യുദ്ഖിൽ പറഞ്ഞു തന്നാൽ കടത്തും, പറഞ്ഞു തന്നാൽ എന്താ കടത്താൻ പറ്റുമോ? പറഞ്ഞു തരുകയും ഞങ്ങൾ ചെയ്യുകയും ചെയ്താൽ എന്നൊക്കെ ഒരുപാട് തഖ്ദീറാത്തുകൾ വേണ്ടിവരും. അതിനേക്കാൾ നല്ലത് യുദ്ഖിലു എന്ന് വായിക്കുമ്പോൾ സിഫത്തായിക്കൊണ്ട് ബി അമലിൻ, വണ്ണമായ ഒരു അമല് എന്നൊരു മാന കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു അമല് അങ്ങനെ പറയാം. ഔലിൻ നൗഇ, എനിക്ക് പറഞ്ഞാലല്ലോ അല്ല അഖ്ബർനി, എനിക്ക് പറഞ്ഞാൽ പ്രൈവറ്റ് അമല് പറഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോനെ അങ്ങനെ പറഞ്ഞ യുദ്ഖിൽനല്ലേ അമല് യുദ്ഖിൽനി, ആ അമലെന്നെ കടത്തും അൽ ജന്നത്ത, സ്വർഗത്തിൽ. അപ്പൊ അങ്ങനെ രണ്ട് മാന കൊടുക്കാം. വണ്ണമായ അമല്, അല്ലെങ്കിൽ ഒരൈറ്റം അമല്, അല്ലെങ്കിൽ ശറഇൽ പരിഗണിക്കപ്പെടുന്നതായ ഒരു അമല് എന്ന് അങ്ങനെ പറഞ്ഞോട്ടെ. എടാ ഇനി എന്താ? യുദ്ഖിലുനി അൽ ജന്ന, സ്വർഗത്തിൽ എന്നെ അമല് കടത്തും എന്ന്. ബിർറഫി അലാനു സിഫത്തു അമലിൻ ഇമ്മ മുഖസ്സിസത്തുൻ, സിഫത്ത് വരുന്നത് അങ്ങനെയാണല്ലോ. ഒന്നുകിൽ തഖ്സീസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഔ മാദിഹത്തിൻ, ഇമ്മ മുഖസ്സിസത്തുൻ ഔ മാദിഹത്തുൻ ഔ കാശിഫത്തുൻ അല്ല. കാരണം ഇന്നൽ അമല ഇദാ ലം യകുൻ ബിഹാദിഹിൽ ഐദിയത്തി കഅന്നഹു ലാ അമല എന്ന്. യുദ്ഖിലുനി അൽ ജന്നയായ നിലയിലുള്ള ഒരു അമൽ എന്നാ പറഞ്ഞത്, വെറും അമലല്ല. മനസ്സിലായില്ലേ? ഇനി വേണമെങ്കിൽ ജസ്മുബിൽ ജസ്മി ജസാ ശർത്തി മഅദൂഫിൻ ഹുവ സിഫത്തുഹു, ആ ജസാവും മഅദൂഫായ ശർത്തൊക്കെ ഇതിന് ശർത്ത്, ഇതിന്റെ ജവാബും അല്ല ഇതിന്റെ സിഫത്തും ആവും. അഖ്ബിർനി ബി അമലിൻ ഇൻ അഅമലഹു യുദ്ഖിൽനി അൽ ജന്ന എന്ന്. എങ്ങനത്തെ ഒരു അമലാണ്? ആ അമലിനെ ഞാൻ ചെയ്താൽ ആ അമൽ എന്നെ കടത്തും. യുദ്ഖിൽ ഇൻ അഅമലഹു ഇൻ അഅമൽഹു, ആ അമലിനെ ഞാൻ ചെയ്യുകയാണ് എങ്കിൽ എന്ന ഒരു ഷർത്തിന്റെ ജവാബായിക്കൊണ്ടും എന്ത് ചെയ്യാം, അങ്ങനെ വായിച്ചവരും ഉണ്ട്. മനസ്സിലായില്ല? പിന്നെ അല്ലെങ്കിൽ ജവാബുൽ അമ്രു ആകാം. അഖ്ബിർനി ബി അമലിൻ ഇൻ തുഖ്ബിർനി യുദ്ഖിൽ.
അതിനർത്ഥം തങ്ങളെനിക്ക് പറഞ്ഞു തരികയാണ് എങ്കിൽ ഇൻ തുഖ്ബിർനി എന്ന് സങ്കല്പിച്ചോണ്ട് അങ്ങനെ പറയാം. അപ്പൊ ഇതേതായാലും അമല് വസീലയാണ് എന്ന് വെക്കാം. അന്നൽ ഖബറ വസീലത്തുൻ ഇലൽ അമലി വൽ അമലു വസീലത്തുൻ ഇലൽ ഇദ്ഖാലി വഇസ്നാദുൽ ഇദ്ഖാലി ഇലൽ അമലി ഇസ്നാദുൻ ഇലസ് സബബി എന്ന് മനസ്സിലായില്ലേ? ഇത് കാരണമായിക്കൊണ്ട് അള്ളാഹു എന്നെ കടത്തും. ലാലി ദാത്തിഹി കടത്തുക എന്നല്ല, അമലിന്റെ ദാത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെയോ ബല്ലി ഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ആ ഔദാര്യത്തിന് കാരണം എന്റെ ഈ അമലാണ് എന്ന്. അല്ലാതെ അമല് സ്വർഗത്തിൽ കടത്തില്ല, ആരെയും കടത്തത്തില്ല. അമല് സ്വർഗത്തിൽ കടത്താൻ വേണ്ടി അമലില്ലല്ലോ നമ്മളതിലുണ്ടോ? അമലില്ല. പിന്നെ എങ്ങനെ അള്ളാഹുത്താല നമ്മളെ നിന്ന് ഒരു കണ്ണിന്റെ കാഴ്ച തന്നെ കാലങ്ങളോളം ഇബാദത്ത് ചെയ്താലും അതിന്റെ നേർവാട്ടിലാവില്ല. പിന്നെ എങ്ങനെ അമലുണ്ടെന്ന് പറയാൻ പറ്റില്ല? മനസ്സിലായില്ല? ഒരു സെക്കൻഡിൽ അള്ളാഹുത്താല നമുക്ക് തന്ന ഒരു പിടുത്തവും ഒരിറക്കവും അതിനിപ്പോ എത്ര സമയം ശ്വാസം ഉച്ഛ്വാസം വിടാൻ അതിന്റെ നേർവാട്ടിലാവില്ല കാലാകാലം അമൽ ചെയ്താലും. പിന്നെ എങ്ങനെ അമല് കൊണ്ട് കടത്തുന്നത്? ലാലിദാത്ത് ഈ സ്വർഗത്തിൽ കിടക്കില്ല, അമലിന്റെ ദാത്തിന് വേണ്ടി. പിന്നെന്താ ബിമഹദി ഫദ്ലിഹി വതഫദ്ദുലിഹി, അവന്റെ മഹദായ ഫദ്ല്. അതിന്റെ മഹദായ ഫദ്ല് വേണമെങ്കിൽ അമൽ ചെയ്യണം. കാരണം ഞാൻ ഒരു പ്രവാചകൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക്. അപ്പൊ പ്രവാചകൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ കേൾക്കാത്തത് ചോദിച്ചാലും കുടുങ്ങിയാൽ മതി. തിരിഞ്ഞോ? പിന്നെ അവിടെ ചില ആൾക്കാർ ജസ്മ് ശരിയാവൂല എന്നൊക്കെ പറഞ്ഞുണ്ട്. അതൊക്കെ അതിൽപ്പെട്ടവരാണ് അതിനൊക്കെ. ഇനി എന്താ? ഇനിയും പിന്നെ പറഞ്ഞു ലഖദ് സഅൽത. അപ്പൊ തങ്ങൾ പറഞ്ഞിടാ, ഇത് ഭയങ്കര ചോദ്യമല്ലേ മോനെ. കാല ലഖദ് സഅൽത, നീ ചോദിച്ചല്ലടാ, മിന്നി എന്നിൽ നിന്നും അൻ സുആലിൻ അലീമിൻ, ഭയങ്കരമായൊരു ചോദ്യം ചോദിച്ചു. അൻ അലീമിൻ അമ്രിൻ അലീമിൻ, അൻ സുആലിൻ അലീമിൻ എന്നതിനർത്ഥം. ഏട്ടാ ഭയങ്കര ചോദ്യം, ജവാബ് പറയാനിപ്പോ എന്ത് ചെയ്യുന്ന അതിനർത്ഥം ലഖദ് സഅൽത അൻ അലീമിൻ എന്നല്ലേ ഉള്ളൂ. നിങ്ങളിന്ന് എന്തൊക്കെ പോകുന്നേ? അൻ അമ്രിൻ അലീമിൻ അങ്ങനെട്ടാ, അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയാ. പിന്നെ യുബായിദിനില്ലേ യുദ്ഖിലുനി അൽ ജന്ന, പിന്നെ അത് വായിക്കാൻ. പിന്നെ എങ്ങനെ യുബായിദുനി മിനന്നാർ, നരകത്തിനെ തൊട്ട് അതെന്നെ വിദൂരത്താക്കുകയും ചെയ്യും. യുബായിദ് അല്ലെങ്കിൽ യുബായിദു, അവിടെ നേരത്തെ പറഞ്ഞ കണക്ക് രണ്ട് ഇറാബും കൊടുത്തോളി നിങ്ങൾ. വേണ്ട, സ്വർഗത്തിൽ കടത്തുകയും അത്തുബില്ലാസിമൽ മൻസുമാവും, സ്വർഗത്തിൽ കടത്തുകയും സ്വർഗത്തിൽ കടത്തവനെ നരകത്തിന് ദൂരത്തായില്ല, ഇത്രയില്ല. പിന്നെ സുമ്മല്ലത്തുബു യുഫീദു അന്ന മുറാദഹു ദുഖൂലുൽ ജന്ന മിൻ ഗൈരി സാബിഖത്തി അദാബിൻ എന്നാണ് അല്ലേ? തോർന്നു കൊടുക്കണ്ട. വേണ്ട, അപ്പൊ എന്താ ഈ അർത്ഥം? വയുബായിദുനല്ലേ, വയുബായിദുനി മിനന്നാർ, ബാദ യുബായിദു,
ബാദ മുബാലഗത്തിന്റെ സ്വീകായിട്ട് പറയും. എന്നെ വളരെ വിദൂരമാക്കും. വളരെ വിദൂരമാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നരകത്തിലേക്ക് തീരെ കടക്കുകയില്ല എന്ന് തിരിഞ്ഞ. അതുകൊണ്ട് യുദ്ഖുലുനി അൽ ജന്ന വയുബായിദുനി അനിന്നാർ, അഥവാ മിൻ ഗൈരി സാബിഖത്തി അദാബി, അദാബ് സാബിഖാകൽ കൂടാതെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ യുദ്ഖുലുനി അനിൽ ജന്ന എന്ന് പറഞ്ഞാൽ ഇപ്പം സ്വർഗത്തിൽ കടത്തിയാലല്ലോ, അതിന് കുറച്ച് നേരം നരത്തിലിട്ടിട്ട് കടത്തിയേക്കാം എന്ന് പറഞ്ഞാൽ തീരുമാനിച്ച കുടുങ്ങിയില്ലേ. അപ്പൊ അതിന് ആര് മുആദുൽ ഹിക്മത്ത് പ്രയോഗിച്ചു. മനസ്സിലായില്ല? എന്നെ സ്വർഗത്തിൽ കടത്തണം, പിന്നെ വേണം നരകത്തിൽ നിന്ന് വളരെ വിദൂരമാക്കുകയും വേണം. അപ്പൊ അതിന്റെ അർത്ഥം നരകത്തിലേക്ക് പോകാനേ പാടില്ല എന്ന് തിരിഞ്ഞോ? ഇപ്പൊ രണ്ടും പറഞ്ഞു. അപ്പൊ അത്തുബുല്ലാദ്യമേൽ മനസ്സുമാക്കണമെന്നില്ല, രണ്ടും രണ്ടാണ്. അപ്പൊ കാല നബി തങ്ങൾ പറഞ്ഞു, ലഖദ് സഅൽത, നീ ചോദിച്ചു, അൻ അംരിൻ അളീമിൻ, അൻ അംരിൻ അളീമിൻ, അൻ സുആലിൻ അളീമിൻ, അളീമായൊരു കാര്യത്തെ തൊട്ട്. അളീമി എന്ന് പറഞ്ഞാൽ നീ ചോദിച്ചതിന് യതഅസ്സറു ജവാബുഹു എന്നർത്ഥം. അതിപ്പോ മറുപടി വരാൻ ചില പ്രയാസപ്പെടും അതിന്. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിലോ അൻ അമലിൻ അളീമിൻ, അങ്ങനെ പറയാം. വണ്ണമായ ഒരു അമലാണല്ലോ ചോദിച്ചത്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ മോനെ. ഓ, എന്താ നമുക്ക് എസ്ഒഎസിന്റെ കാർഡ് പോക്കറ്റിൽ ഇരിക്കുക, സ്വർഗത്തിന്റെ എസ്ഒഎസിന്റെ മെമ്പർഷിപ്പ് ഇരിക്കില്ലേ സ്വർഗത്തിൽ, അല്ലേ? ഏതാണ്ട് വലിയ മഹാന്മാരൊക്കെ പറഞ്ഞു, നിങ്ങളെ അനുയായികളൊക്കെ സ്വർഗത്തിലാണ്. സ്വർഗത്തിലാണേ പറഞ്ഞോട്ട്, നരകത്തിൽ കടത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കൂടി സ്വർഗത്തിൽ കിടത്തിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ ഈ പറഞ്ഞത്? എന്ന് ഏതെങ്കിലും ശൈഖന്മാർ അത് പറയുന്നുമില്ല. എന്ത് നിങ്ങളൊക്കെ സ്വർഗത്തിലാണേ പറയുന്നുള്ളൂ. നിങ്ങളൊന്നും നരകത്തിൽ പോകില്ല, സ്വർഗത്തിൽ പോകുന്ന നിങ്ങൾ പറയാറ് അത് പറയുന്നില്ല. എല്ലാരും സ്വർഗത്തിലാണ്. എപ്പോഴാ സ്വർഗത്തിലെന്നാ അവിടെ പറയും. ഇനിയിപ്പോ നീ പറയുമ്പോ ഈ വലിയ ഔലിയാക്കന്മാരൊക്കെ വലിയ വിടലുവിടുമല്ലോ, നിങ്ങളൊക്കെ സ്വർഗത്തിലാണ്. അപ്പൊ ചോദിക്കാൻ ഔലിയ വിടും, നരകത്തിൽ പോയിട്ടാണോ അത് അതിന് മുമ്പാണോ? ഇതാ അവിടെ പോയിട്ട് പിന്നെ പോയിട്ട് എന്താ കാര്യം? ഒരു രസമുണ്ടോ? അവിടെ പോയിട്ട് അവിടെ ചെല്ലുമ്പോ നമ്മളെ കാണും ആൾക്കാർ, സ്വർഗത്തിലെ അയലുകാർ കാണും. എങ്ങനെ കാണുന്നേ? ഈ അവളോട് കരിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ? കാരണം തീര് കരിയുന്നല്ലേ തിരുപ്പതി. അപ്പൊ അങ്ങനൊന്നും ഒരു അടയാളം ഇല്ലാതെ സ്വർഗം കിടക്കണം നമുക്ക്. അള്ളാഹു അങ്ങനെ കിടത്തിട്ട്, മനസ്സിലായേ? അതാ ഇബായുദിനി അനിന്നോർ. സ്വർഗത്തിന്റെ അതിലാതെ വേണ്ടുന്ന കാര്യമൊന്നുമില്ല. സ്വർഗത്തിന്റെ അതിൽ എന്തെങ്കിലും ആയിട്ട് എന്തേ കാര്യം. അതാണ് ദുഖൂലൻ അവ്വലിയൻ, സ്വർഗത്തിൽ കിടക്കണം. വേറെ ഒന്നും മാറില്ല. ഫരീഖും ഫിൽ ജന്നത്ത് ഫരീഖും ഫിസ് സഈർ ഫരീഖും ഫിൽ ജന്ന, അതിൽ പെടണം. അല്ലാതെ അവിടെ പോയി കുറച്ചുകൾ കിടന്ന് അവിടെ കിടന്നിട്ട് ഇങ്ങനെ ബേജാറായി കാവുള്ള കാബിരിങ്ങളെല്ലാം കണ്ട് ചിരിക്കുകയും ചെയ്യാൻ മതി. എന്താ വിചാരം ഇവിടെ കിടക്കുന്നത്? നിങ്ങൾ വലിയ മൊയിലേരായിരുന്നല്ലോ, ഇല്ലേ? അങ്ങനെ അതിക്കകത്ത് പറഞ്ഞില്ലേ, കമായദൂറു ഹിമാറുനോ ഇല്ലേ ഫലിയാലിമിൻ നുഖറ. അങ്ങനെ അതിക്കതല്ലേ, അതിക്കലല്ലേ പറഞ്ഞത്? അതിക്കല അങ്ങനെ പറഞ്ഞ. നിങ്ങൾ എവിടെ നിന്ന് അതിക്കോതാ ഇങ്ങോട്ട് കയറി വന്നത്? ഞാൻ എപ്പോഴും പറയും ഒരു 10 കത്ത് അവിടെ കൊണ്ടുപോകണമെന്ന്. ഇവിടെ പെട്ടെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ വലിയ 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 ആലിമീങ്ങളൊക്കെ ഇങ്ങനെ നരകത്തിൽ കിടന്നിട്ട് ഇങ്ങനെ 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 കറങ്ങുന്നുണ്ടാവും. ഏതാലിമീങ്ങള് വേണ്ട പറഞ്ഞു കൊടുത്തിട്ട് ജനങ്ങൾ തന്നെ അവർ സ്വർഗത്തിൽ പോയി. യവന്മാരെപ്പോഴും ഇവിടെ കിടക്കുക, സുബഹിക്കരിക്കണമെന്നൊക്കെ വേണ്ട പറഞ്ഞു കൊടുക്കും. യവൻ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അപ്പൊ ചോദിക്കും, എന്താ ഇവിടെ കിടക്കുന്നത്? ലൈവാണല്ലോ അവിടെ, അപ്പുറം ലൈവാ. എവിടെ? സ്വർഗത്തിൽ കിടന്നോണ്ട് കളിക്കുന്നവരൊന്ന്. അപ്പൊ എന്താ ഇവിടെ? എന്തോ ചെയ്യാനാ ഹബീബേ, ഞങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ നന്നായി, നിങ്ങൾ സ്വർഗത്തിൽ പോയി, ഞങ്ങൾ അമൽ ചെയ്തില്ല, അല്ലാഹു കാക്കട്ടെ. മനസ്സിലായോ? അതിക്കകത്തല്ലേ പറഞ്ഞ അവിടെ അതിക്ക് നിർത്തുന്നത്. ഒരു കിതാബ് കൊണ്ടുപോകണം നിങ്ങൾ. പിന്നാരി തുഖ്റജു മിൻഹു അംആഉൻ ജലാ ഫബികാ യദൂറു കമാ യദൂറു ഹിമാറുനാ
برحاه تطعن كالحسيد تذللا فيجيء من في النار يسأله وما قد كنت تأمرنا وتنهى مقبلا. നരകത്തിൽ ഇങ്ങനെ കറങ്ങാൻ കിടന്നുണ്ട്. യദൂറു ഹിമാറന, കഴുത ഇങ്ങനെ ആട്ടിന്റെ ഒരു ഇതുണ്ടല്ലോ, പണ്ടിങ്ങനെ ആട്ടിന് ചെക്ക്, അതുമായിട്ട് ഇങ്ങനെ കറങ്ങുന്നത് പോലെ കറങ്ങുകയാണ്. അപ്പൊ യജിയുമാ നരകവാസികൾ, സ്വർഗത്തിലല്ല, നരകവാസികളെല്ലാം കൂടെ വരും അവന്റെ അടുക്കൽ. യസ്അലുഹു, അത് ചോദിക്കാണ്, അമ്മാ കതുക്കുന്ത തഅമുറുന, നിങ്ങൾ നമ്മളോട് വലിയ വഴലൊക്കെ പറഞ്ഞിരുന്നല്ലോ അളിയാ, ഇപ്പൊ എന്ത് ഇവിടെ കിടക്കുന്നേ? അമ്മാ കതുക്കുന്ത തഅമുറുന വ തൻഹാ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് നിരോധിച്ചിരുന്നല്ലോ, എന്താ ഇപ്പൊ ഇവിടെ? മുഖ്ബില ഫയഖൂലു യാ ഖൗമി ബലാ, സംഗതിയൊക്കെ ശരിയാ. ലാകിന്നനി മാ കുന്തു ബിൽ ഇൽമിൽ മുകറം, ആദരിക്കപ്പെടുന്ന പരിശുദ്ധമായ വിജ്ഞാനം കൊണ്ട് ഞാനായില്ല ആമിലൻ, പ്രവർത്തിക്കുന്നവനായില്ല. നഊദു ബില്ലാഹി മിൻ ദാലിക. അല്ലാഹു അക്ബർ. നാം പിന്നെ ജനിതിമോദന ബിൽ ഇൽമി അൽ മുകറം, ആദരിക്കപ്പെടുന്ന ആ ഇൽമു കൊണ്ട് ഞാൻ പ്രവർത്തന ബോധയിൽ ഇറങ്ങിയില്ല. സംഗതിയൊക്കെ പഠിച്ചു. സുബൈക്ക് ജമാഅത്തിൽ പങ്കെടുക്കണം, 40 ജമാഅത്തിൽ പങ്കെടുത്താല് ഞാൻ മുനാഫിക്കാവില്ല, നരകത്തിൽ നിന്നൊക്കെ മോചനമുണ്ട്. എവിടെ? ഇന്നലെ ആരായിട്ടുള്ളൂ, ഞാൻ 40 ദിവസം സുബൈ ജമാഅത്തല്ലേ കഴിഞ്ഞു. ആരെ പറഞ്ഞു? അവരെ പറഞ്ഞു എന്തായാലും 40 ദിവസം സുബൈ ജമാഅത്തന്നെ കിട്ടില്ല. അൽഹംദുലില്ലാഹ്. നീയല്ലേ പറഞ്ഞേ? നീ അവനെ പറഞ്ഞു. 40 ദിവസം സുബൈ പണ്ടില്ലേ എന്നെ ടിപ്പു സുൽത്താൻ ചോദിച്ചാണ്, ഉമ്മാടെ ജനാസ കൊണ്ട് വെച്ചിട്ട്, ഉമ്മാടെ ജനാസ കൊണ്ട് വെച്ചിട്ട് ചോദിച്ച് 40 ദിവസം കറക്റ്റ് സുബൈ ജമാഅത്തിൽ പങ്കെടുക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് ഇമാമത്തിൽ നോട്ടെ. ആരും 40 ദിവസം ജമാഅത്തിന് മുടങ്ങാത്ത ആള് ഉണ്ടെങ്കിൽ വന്ന് ഇമാമത്തിൽ നിന്നോട്ടെ എന്ന് പറഞ്ഞു. ആരെയും കിട്ടുന്നില്ല. പള്ളിയിൽ മുഴുക്ക ആലിമീങ്ങളും എല്ലാരും നിസ്കരിച്ചിട്ടുണ്ടാവും. ടിപ്പു സുൽത്താനുൽ അൻവരി റഹ്മഹുല്ലാ ഇന്ത്യ ഭരിച്ച ആള്. പുലിയൊക്കെ വന്നപ്പോ ഇങ്ങനെ പിടിച്ചങ്ങ് വെച്ചില്ലേ? പുലി ഇങ്ങനെ വന്നല്ലേ, പട്ടിണി കിടന്ന പുലിയാ, പട്ടിണി കിടന്ന പുലിയെ അങ്ങ് തുറന്നിട്ട് കൊടുത്തത് ടിപ്പു സുൽത്താന്റെ അടുത്തേക്ക്. ഇപ്പൊ പിടിച്ചിരുന്നു പറഞ്ഞിട്ട് ഒരാഴ്ച ഭക്ഷണം കൊടുക്കാതെ കൂട്ടിയിട്ടിരുന്നു. മനസ്സിലായില്ലേ? ബ്രിട്ടീഷുകാർ ചെയ്ത പണിയാണ് ടിപ്പു സുൽത്താനെ. എന്നിട്ട് തുറന്നങ്ങോട്ട് കൊടുത്തു. പുലി ചാടി ഇങ്ങനെ ഒറ്റ പിടുത്തം പിടിച്ചു, എന്റെ വായനൊരു പിടുത്തം പിടിച്ച് കീറിളങ്ങി. ആ ഫോട്ടോ കണ്ടിട്ടില്ലേ? പുലി പിടിക്കുന്ന ഫോട്ടോ കണ്ടിട്ടില്ലേ? എവിടെ നിങ്ങളൊക്കെ? ഞാനൊക്കെ അത് കണ്ടിട്ട് എത്ര ചിരിച്ചാളാ. ടിപ്പു സുൽത്താൻ സിയാറത്ത് ചെയ്തിട്ടില്ലേ? പോണം, മൈസൂർ പോണം. അതോ ഇപ്പൊ ചെന്നാലും അവിടെ പോലീസുമാരും ഉണ്ട് മൂപ്പര ഭാഗത്തിൽ. ഇപ്പോഴും പേടിയാണ് ടിപ്പു സുൽത്താൻ എല്ലാവർക്കും. എന്റെ സദ്ദാമിന്റെ പള്ളിയിൽ ഇപ്പോഴും പോലീസുള്ളതാണ്. സദ്ദാമകളെ കയറി വന്നാലും ഒന്ന് പേടിച്ചിട്ട് ഇപ്പോഴും അവിടെ നിൽക്കുക. ഇത്തരം മണ്ടത്തരമുള്ള കുറെ കൗം ആരുമില്ല. എന്താ പിന്നെ ഞാൻ തന്നെ നിൽക്കാം. എനിക്ക് ജമാഅത്ത് തുടങ്ങാറില്ല. മുപ്പത് എന്റെ കരയിൽ എന്താ ചക്രവർത്തി ടിപ്പു സുൽത്താനുൽ അൻവരി. അപ്പൊ ഇവൻ പറയാ, മനസ്സിലായില്ല? ഫയഖൂലു യാ ഖൗമി ബലാ ലാകിന്നനി മാ കുന്തു ബിൽ ഇൽമിൽ മുകറമി ആമിലാ. പഠിച്ചോ കാണട്ടെ. ഇതിന് പാടിയത് യുബാഇദിനി മിനന്നാർ, നരകത്തിൽ നിന്നും വിദൂരമാക്കുന്ന, വളരെ വളരെ വിദൂരമാക്കുന്ന സീഗ. ആ യുബാഇദിനി എന്നുള്ള മുബാലഗത്തിന്റെ സീഗയാണെന്നൊക്കെ ചില കിതാബിൽ എഴുതിക്കുന്നു. ഏതാ ചില കിതാബിലെ അങ്ങനെ എഴുതിക്കുന്നു. എന്തോ യുബാഇദിനി എന്നുള്ളത് മുബാലഗത്തിന്റെ സീഗയാണ് എന്ന് എഴുതിയിരിക്കണം. അതൊക്കെ ഒന്ന് എഴുതി വെക്കുന്ന നല്ലത്. നമ്മള് എന്താണ് യുബാഇദുനി അല്ല,
അൽ ജന്ന മിൻ ഗൈരി സാബിഖത്തി അദാബിൻ, അതിനർത്ഥം സുമ്മൽ അത്ഫു. എന്തിനാണ് ഈ അത്ഫ് വൈബായതിൽ എന്നുള്ളത്? യുഫീദു അന്ന മുറാദഹു, മഹാനായ മുആദ് ഇബ്നു ജങ്ങളുടെ ഉദ്ദേശം ദുഖൂലുൽ ജന്ന മിൻ ഗൈരി സാബിഖത്തി അദാബിൻ, അദാബ് സാബിഖാകാത്ത രീതിയിൽ, അദാബ് മുൻകടക്കാത്ത രീതിയിൽ സ്വർഗത്തിൽ കടക്കണം എന്നതാണ് അവിടുത്തെ ഉദ്ദേശം. അതുകൊണ്ടാണ് യുദ്ഖുലുനി അൽ ജന്ന കഴിഞ്ഞിട്ട് വയുബായുനി അനിന്നാർ എന്ന അത്ഫ് കൊണ്ടുവന്നത്. തന്നെയുമല്ല അങ്ങനെ അർത്ഥം കിട്ടുമോ എന്ന് ചോദിച്ചാല് ആ പദത്തിനൊരു പ്രത്യേകതയുണ്ട്. വയുഅയ്യിദുഹു അന്നഹു അഖ്റജ, കണ്ടോ? വയുബഇദുനി എന്നല്ല പറഞ്ഞത്, വയുബായിദുനി എന്നാണ് പറഞ്ഞത്. അന്നഹു അഖ്റജ അലാ സീഗത്തിൽ മുബാലഗത്തി, അലാ സീഗത്തിൽ മുഗാലബത്തി, ഗാലിബിന്റെ സീഗ ലിൽ മുഗാലബത്തി ലിൽ മുബാലഗത്തി, കണ്ടോ? തിരിഞ്ഞോ? പിന്നെ വയുബായിദുനി മിനന്നാർ, പിന്നെ അങ്ങനെയൊക്കെ ഇവിടെ ഇബാർത്തുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി മറുപടി കൊടുക്കാൻ പോവാം. കാല, അപ്പൊ തങ്ങൾ പറഞ്ഞു ലഖദ് സഅൽത, തീർച്ചയായും നീ എന്നോട് ചോദിച്ചു, മിന്നി എന്നിൽ നിന്നും നീ ചോദിച്ചു, അൻ അംരിൻ അദീമിൻ, അൻ ശൈഇൻ അദീമിൻ ഔ സുആലിൻ അദീമിൻ മുസ്തഅസ്സിറുൽ ജവാബ്. അങ്ങനെയൊക്കെ ആ അദീമിന്റെ അവിടെ കുറെ മാനകൾ വെക്കാം. അൻ സുആലിൻ അദീമിൻ, ഇത് ഭയങ്കര ചോദ്യമായി പോയി, മറുപടി വരാൻ ഇച്ചിരി പ്രയാസപ്പെടുന്നത്. അങ്ങനത്തെ ചോദ്യം ചോദിച്ചു കളഞ്ഞു. ലിഅന്ന ദുഖൂല, കാരണം സ്വർഗപ്രവേശനവും വത്തബാഉദ, നരകത്തിൽ നിന്നുള്ള വിദൂരമാകലും അംറുൻ അദീമുൻ, അത് ഭയങ്കര കാര്യം തന്നെയാണ്. ഫസബബുഹു, അപ്പൊ അതിന്റെ കാരണം അല്ലദി വജിത്നാബു കുല്ലി മഹ്ദൂരിൻ വംതിസാറു കുല്ലി മഅമൂരിൻ അയ്ളാ, എന്താ? സർവ മഅമൂറാത്തുകളും ചെയ്യേണ്ടി വരും, സർവ മൻഹിയാത്തുകളും ഒഴിവാക്കേണ്ടി വരും. ഇതിപ്പോ തന്നെ കൊണ്ട് കഴിയോ എന്നാണ് അർത്ഥം. അങ്ങനെ പറയാം. അതിപ്പോ അള്ളാന്റെ അടുക്കല്ല, എന്റെ അറിവ് എന്റെ അടുത്ത് വല്ലോ, അങ്ങനെയും പറയാം. അതിന്റെ അർത്ഥം അദീമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വലൗലാ യുഖാല അൻ അമലിൻ അദീമിൻ ഫിഅലുഹു അലൻ നുഫൂസ് എന്നതിന്റെ അർത്ഥം. അൻ ശൈഇൻ അദീമിൻ എന്ന് പറഞ്ഞാല് അൻ അമലിൻ അദീമിൻ ഫിഅലുഹു അലൻ നുഫൂസ് എന്ന്, നഫ്സുകളുടെ മേല് പ്രവർത്തിക്കൽ അത് ഭയങ്കരമായി പോവും. അങ്ങനത്തെ അമലാണ് എന്ന്, അങ്ങനത്തെ കാര്യമാണ് നീ ചോദിച്ചത് എന്ന് പറഞ്ഞോളൂ. വാന്നഹു, എന്നാ പിന്നെ സംഗതി ആ പ്രവൃത്തിയും ആ ജവാബും എല്ലാം വാന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹു അല്ലാഹു അലൈഹി, അള്ളാഹു എളുപ്പമാക്കി കൊടുത്തതിന്റെ എളുപ്പം തന്നെ. അള്ളാഹു ആ കാര്യം എളുപ്പമാക്കി കൊടുത്താൽ അതിന് പ്രയാസമില്ല, അത് വളരെ നവർമൈൻഡായിട്ട് അങ്ങ് പോകാൻ പറ്റും എന്ന് പറഞ്ഞു. സദഖ റസൂൽ.